നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം വരെയാണ് നമ്മൾ പഠിച്ചത്. 3-ാം അധ്യായം മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവം പഠിക്കാനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. 4-ാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അവകാശി സർവത്തിനും യജമാനൻ എന്നാലും, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിന്റെ ആ തുടർച്ചയായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശിശുപാലകനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുകയുണ്ടായി. കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദന്റെ കുഞ്ഞ് ശിശുപാലകന്റെ കീഴിലായിരിക്കുന്നിടത്തോളം ആ കുഞ്ഞിന് സ്വാതന്ത്ര്യമില്ല, ആ കുഞ്ഞിന് അവകാശം ഉണ്ടെങ്കിലും അവകാശം പ്രായോഗിക തലത്തിൽ വരുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമൊക്കെയും നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും തുടരുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും തുടരുന്നത് അത് തന്നെയാണ്. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു ദാസന് എന്ന് പറഞ്ഞ പരിമിതികളുണ്ട്. അല്ലെ, ഒരു വീട്ടിലെ ഒരു ദാസന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിമിതികൾ ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ പരിമിതികൾ എന്ന് പറഞ്ഞാൽ ദാസന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും എല്ലാത്തിന്റെ മേൽ അധികാരം ഭരിക്കാനും എല്ലാത്തിന്റെ മേൽനോട്ടം വഹിക്കാനും ഒന്നും ഒരു ദാസൻ ഒരിക്കലും ആരും അനുവാദം കൊടുക്കാറില്ല. ഒരു ശിശു ആ വീട്ടിലെ അവകാശിയാണ് എന്നിരുന്നാൽ തന്നെയും സത്യം പറഞ്ഞാൽ ആ കുഞ്ഞ് ഒരുപക്ഷെ വന്നു കഴിയുമ്പോൾ ആ വീടിന്റെ തന്നെ മുഴുവൻ അവകാശി ആ കുഞ്ഞ, ആ വീടിന്റെയും ആ കുടുംബത്തിലുള്ളായിരിക്കുന്ന സർവ്വസ്വത്തിന്റെയും അവകാശി യഥാർത്ഥത്തിൽ ആ ശിശു തന്നെയാണ്. എന്നാൽ ആ കുഞ്ഞ് മുതിർന്നു വന്നു കഴിഞ്ഞാൽ, എന്നാൽ ആ കുഞ്ഞ് മുതിർന്നു വരുവോളം ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ദാസനേക്കാളും ഒട്ടും വിശേഷതയില്ല എന്ന് പറയുകയാണ്. എന്തിനാ അത് പറയുന്നത്? പൗലോസ് എന്തിനാ അത് പറഞ്ഞത്? പൗലോസ് പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ കീഴ് ഇരിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരൊക്കെയും ശിശു തുല്യരാണ്. ന്യായപ്രമാണം അനുസരിക്കുകയാണോ നിങ്ങൾ? ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ നിങ്ങൾ? വീണ്ടും തിരിഞ്ഞ് ന്യായപ്രമാണത്തിലേക്ക് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ശൈശവ ദിശ വിട്ട് മാറിയിട്ടില്ല. ശൈശവ ദിശയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു അവകാശി എന്ന് പറയാനോ അല്ലെങ്കിൽ പിന്നെ എന്താണ് യജമാനന്റെ സ്ഥാനം അലങ്കരിക്കാനോ നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ ഇപ്പോഴും ശിശു അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ള കാര്യം പറയാണ്. ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നിട്ട് പറയാണ്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. എന്താണ് ഗ്രഹവിചാരകൻ, രക്ഷകന്മാര്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരാഴ്ചയിൽ നമ്മൾ പറയുമ്പം 4-5 6 വാക്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ സ്പീഡിൽ പോലല്ലേ നമുക്ക് ഈ പുസ്തകം പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഞാൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഒരു ശിശു മകൻ ശൈശവ ദശയിലാണെങ്കിൽ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലെന്ന് പറഞ്ഞിട്ട് പറയാണ്, അതുപോലെ ആ ശിശുവിനെ പോലെ നമ്മളും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. അവിടെ ഈ ശൈശവദശ എന്ന് പറയുന്നത് എന്താ? ശിശു അവസ്ഥ എന്ന് പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ആൾക്കാരൊക്കെ ശിശുക്കളായിരിക്കുന്നു എന്നുള്ളതല്ല പറയുന്നതിന്റെ അർത്ഥം. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കാൻ ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം ശിശുക്കളെക്കാളും ഒട്ടും വിശേഷതയുള്ളവരല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം പറയുന്നത്. അവിടെ പറയുന്ന കീഴ്പ്പെടുക എന്ന് പറയുന്നത് അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പൗലോസിന്റെ എഴുത്തുകളില് പലപ്പോഴും നമുക്ക് ഈ ആദ്യ പാഠങ്ങൾ എന്നുള്ളതായിരിക്കുന്ന
ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനെയാ പൗലോസ് ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത് അറിയോ? ന്യായപ്രമാണത്തെ പൗലോസിന്റെ ഭാഷയിൽ ഉപയോഗിക്കുന്നത് ആദ്യ പാഠം എന്നാണ്. ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇപ്പം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും അല്ലെങ്കിൽ ഒരു 8, ഇനി അങ്ങ് പോട്ടെ 10 വരെ പഠിക്കുന്ന ക്ലാസ്സുകളിലെ പിള്ളേരുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളല്ലേ അവർ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന 10-ാം ക്ലാസ് പൂർത്തിയായ ഒരുത്തൻ ഒരിക്കലും 1-ാം ക്ലാസ്സിലെ പാഠം തിരിഞ്ഞു പഠിക്കാനായിട്ട് പോവുകയില്ല. കാരണം അതൊക്കെ അവന് അറിയാം, എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് ഒരുത്തൻ പോയി കഴിഞ്ഞാൽ അവർ ആദ്യ പാഠങ്ങളില്, അതായത് 1-ാം ക്ലാസ്സിലെ പഠനമാണ് അവര് നടത്തുന്നതെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. 1-ാം ക്ലാസ്സിലെ പഠനം. അപ്പൊ ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസിന് പറയാനുള്ളത് ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തതായിരിക്കുന്ന, ആത്മീയമായിട്ട് വളർച്ചയില്ലാത്തതായിരിക്കുന്ന, പക്വത എത്താത്തതായിരിക്കുന്ന, ശൈശവ ദിശയിലുള്ളവർക്ക് നന്നായി ജീവിക്കാനുള്ള, അനുസരിച്ച് നല്ല ജീവിതം പാലിക്കാനുള്ള ഒരു അധ്യാപകന്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ശിശുപാലകന്റെ സ്ഥാനത്താണ് എന്തിരിക്കുന്നത്? ന്യായപ്രമാണം ഇരിക്കുന്നത്. അതിനെ പൗലോസ് ആദ്യ പാഠങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ കാര്യം കുറച്ചും കൂടെ വിശദീകരിക്കാനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെയോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം, ഈ ആദ്യ പാഠത്തെ കുറിച്ച് പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് വിശദമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. ഞാൻ അധികം വിവരിക്കുന്നില്ല, ഒന്ന് ഓടിച്ച് വായിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയും ഈ കാര്യങ്ങൾ, ഈ ആദ്യ പാഠങ്ങൾ എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണേ. അവിടെ പറയാ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. നോക്കി, അവിടെ പിന്നെയും പറയാ, ഈ ആദ്യ പാഠത്തെ കുറിച്ച് പറയാ. എന്താ പൗലോസ് ഈ ആദ്യ പാഠം എന്ന് പറയുന്നത്? ലോകത്തിന്റെ തത്വജ്ഞാനങ്ങളും ലോകത്തിന്റെ കെട്ടുകഥകളും യഹൂദ പുരാണങ്ങളും പഴഞ്ചൊല്ലുകളും പിന്നെ ആണ്ടുകളും മാസങ്ങളും നാളുകളും ഒക്കെ ആചരിക്കുന്ന എല്ലാം ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ്. അത് ന്യായപ്രമാണത്തിന്റെ ഒരു വകഭേദമാണ്. ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞ പിന്നെ വിശ്വാസികൾ പോയാലും ശരി, ഇനി ന്യായപ്രമാണത്തിലല്ലാതെ ഈ തത്വജ്ഞാനവും തത്വജ്ഞാനങ്ങളും അതുപോലെയുള്ളതായിരിക്കുന്ന ലോകത്തിന്റെ ഈ കണക്കൂടലൊക്കെ ഉണ്ടല്ലോ, ലോകത്തിന്റെ ചില കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാലേ, ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതായത് ഈ പിന്നെ കാരണവന്മാരൊക്കെ പറയില്ലേ, വീട് വെക്കുമ്പോൾ സ്ഥാനം നോക്കി വീട് വെക്കണം. അതുപോലെ തന്നെ കിണർ കുഴിക്കുമ്പോൾ സ്ഥാനം നോക്കിയാലേ വെള്ളം കിട്ടുള്ളൂ എന്ന് തോന്നുന്നില്ല, എനിക്കറിയില്ല. അപ്പം ഈ വീട് വെക്കുമ്പോൾ സ്ഥാനം നോക്കണം. പിന്നെ അതിന്റെ പിന്നെ ഓരോ മൂലകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികൾ പോലും ഇതൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരുതരം തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണ്. അതെല്ലാം ലോകത്തിന്റെ പാഠങ്ങളാണ്. അതെല്ലാം പൗലോസിന്റെ ഭാഷയിൽ ആദ്യ പാഠങ്ങളാണ്. അപ്പൊ കൊലോസിനോടും പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, കവർന്ന് കളയരുത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ളതായിരിക്കുന്ന ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ്. ഗലാത്യ ലേഖനത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചതോ, ന്യായപ്രമാണത്തിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ശൈശവ തുല്യമായിരിക്കുന്ന ആദ്യ പാഠം പഠിക്കുന്നവരാ. എന്ന് പറഞ്ഞാല് LKG, UKG, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 5-ാം ക്ലാസ് അതുവരെയൊക്കെ ഉള്ളതായിരിക്കുന്ന പാഠങ്ങളെ എന്തിലുള്ളൂ എന്ന് പറയുന്നത്? ന്യായപ്രമാണത്തിലുള്ളൂ എന്ന് പറയുന്നത്. ഇതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ഈ പറയുന്ന കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തലയോട് ശരീരം ബന്ധപ്പെടുന്നത് പോലെ നാം ക്രിസ്തു എന്ന പരിപൂർണതയുള്ളതായിരിക്കുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ ആ ശിരസിനോട്
നാം ഏകീഭവിക്കപ്പെട്ടു. അപ്പം ക്രിസ്തു പൂർണ്ണതയുള്ളവനാണെങ്കിൽ നമ്മൾ പിന്നെ അപൂർണമായിരിക്കുന്ന ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ എന്തിനാ നമ്മൾ അന്വേഷിച്ചു പോകുന്നത്? അപൂർണതയുള്ളതായിരിക്കുന്ന ശൈശവ പാഠങ്ങളായിരിക്കുന്ന ന്യായപ്രമാണത്തിലേക്ക് എന്തിനാ പോകുന്നത്? കാരണം പൂർണ്ണത വരുത്തുന്ന, പൂർത്തി വരുത്തുന്ന, സകലവും തികഞ്ഞവനായിരിക്കുന്ന ശിരസിന്റെ കീഴിലെ ശരീരമാണ് നമ്മൾ. ആ ശിരസിന്റെ കീഴിലെ ശരീരമായിരിക്കുന്ന നാം ആദ്യ പാഠങ്ങളിലേക്ക് എന്തിനാ തിരിഞ്ഞു പോകുന്നത്? അതാണ് കൊലോസ്യലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. എന്നിട്ട് പറയാ, അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇതേ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞത്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഈ വാഴ്ച അധികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വാഴ്ചകൾ അധികാരം എന്നൊക്കെ പറഞ്ഞ സാത്താന്യ ഭരണകൂടത്തെയാണ് ഈ പറയുന്നത്. ലോകത്തെ നയിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്ന, കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന സാത്താനും അവന്റെ ഭരണകേന്ദ്രങ്ങളും, അതിനെയാണ് വാഴ്ചകളും അധികാരങ്ങളും. ഈ ലോകത്തിന്റെ എല്ലാ കണക്കുകളും, ഈ നക്ഷത്രങ്ങളെ നോക്കുക, പിന്നെന്താണ്, പിന്നെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ളതായിരിക്കുന്ന തത്വജ്ഞാനങ്ങളും വെറും വഞ്ചനകളൊക്കെ, പിന്നെ ലക്ഷണങ്ങൾ നോക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ലോകത്തിലെ ഈ പറയുന്നതായിരിക്കുന്ന വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കീഴിലുള്ളതായിരിക്കുന്ന ഒരു തരം പറ്റിക്കൽ പരിപാടിയാണ്. നമ്മളിതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുന്നത്, എൻ്റെ കാരണന്മാർ വരെ, എൻ്റെ അപ്പച്ചനും അവരൊക്കെ തന്നെയും അവരുടെ ജീവിതകാലത്തൊക്കെ ഈ വിധമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യങ്ങൾ, രാഹുകാലവും പിന്നെ അങ്ങനെ ഒരുപാട് കാലങ്ങളും നല്ല കാലങ്ങളും ഒക്കെ പറയായിരുന്നു. എനിക്കിപ്പോൾ അറിയില്ല അതിൻ്റെ ഒന്ന് പേര് പറയാൻ. ഇങ്ങനെയൊക്കെ ഒരുപാട്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായി യേശു ക്രിസ്തു എന്ന തലയുടെ കീഴിൽ വന്നിരിക്കുന്ന നാം ആയിരിക്കുന്നവനിൽ നിന്ന് സന്ധികളാലും ഞരമ്പുകളാലും ബന്ധിക്കപ്പെട്ട് പരിപൂർണതയിൽ എത്തിയിരിക്കുന്നവരാണെന്നാ പൗലോസ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും, അതുപോലെ തന്നെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളായിരിക്കുന്ന ന്യായപ്രമാണങ്ങളും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലോകത്തിന്റെ ഉപദേശങ്ങളിൽ വീണു പോകരുതേ. ആരും തന്നെ അത് വീണു പോകരുത്. കാരണം ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഒരു ശാപവും ഏൽക്കില്ല നമുക്ക്. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ശാപവും ഒരു പ്രാക്കും അത് നമ്മളിൽ ഏൽക്കില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ സാധാരണ കാരണന്മാരൊക്കെ പറയില്ലേ, ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയിട്ട് പിന്നെ ആ വഴിക്ക് അന്ന് പോകരുത് എന്നൊക്കെ പറയില്ലേ? വെറും മണ്ടത്തരമാട്ടോ പറയുന്നത്, വെറും മണ്ടത്തര. ഇതെല്ലാം ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. രാഹുകാലവും കേതുകാലവും മുഹൂർത്തവും ഒന്നും നമുക്കില്ല. നമ്മളതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ശിരസ് ആയിരിക്കുന്ന ക്രിസ്തുവിനാൽ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നവരാണ്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നമ്മൾ പരിപൂർണരായി തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മേലിങ്ങനെയുള്ളായിരിക്കുന്ന ഒരു ദുരിതങ്ങളും ബാധിക്കുകയില്ല. ഇന്നലെ ഒരു സഹോദരി എന്നോട് ചോദിച്ചു, നമുക്ക് എന്താണ് ഈ മന്ത്രവാദം കൂടോത്രമൊക്കെ ഫലിക്കുകയോ ബ്രദറെ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇന്നലെ ഒരു സഹോദരി എന്നോട് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവർക്കൊരിക്കലും അവരുടെ മേൽ ഇങ്ങനെയുള്ളായിരിക്കുന്ന ദുർഭൂതങ്ങളുടെ വ്യാപാര ശക്തി നടക്കുകയില്ല. മന്ത്രവാദമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഇസ്രയേലില് മന്ത്രവാദികള് മോശ കാണിച്ച എല്ലാ തന്ത്രങ്ങളും കാണിച്ചില്ലേ? അപ്പം മന്ത്രവാദം ഇല്ലേ? ഉണ്ട്. അതെല്ലാം ഒരു തരം ഭൂതാരാധനയാണ്, അതെല്ലാം പൈശാചികമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലെ ശാപവും വലിക്കില്ല, മന്ത്രവാദവും വലിക്കില്ല, ഒന്നും വലിക്കില്ല. നമ്മൾ ധൈര്യമുള്ളവരായി ക്രിസ്തു എന്ന പൂർണ്ണതയുള്ള ശിരസിന്റെ കീഴിലാണ് എന്നുള്ളതായിരിക്കുന്ന ഉത്തമ ബോധ്യത്തില് നമ്മുടെ ജീവിതത്തെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യ പാഠങ്ങളിലേക്ക്, തത്വജ്ഞാനവും വെറും വഞ്ചനയുമായ ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകരുത്. എന്നിട്ട് പറയാണ് 11-ാം വാക്യം, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരിച്ഛേദന, ന്യായപ്രമാണം എന്താ? ന്യായപ്രമാണം എന്താ യഹൂദന്മാരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന? പരിച്ഛേദന ഏൽക്കണം, നിർബന്ധമല്ലേ?
ഇവിടെ പൗലോസ് പറയുകയാണ്, നമുക്ക് യഥാർത്ഥമായിട്ട് നമ്മൾ പരിച്ഛേദിതരാണ്, നമ്മൾ പരിച്ഛേദന സ്വീകരിച്ചവരാണ്. എങ്ങനെ? കൈകൊണ്ടുള്ള പരിച്ഛേദന അല്ല. എങ്ങനെയാ നമ്മൾ പരിച്ഛേദന സ്വീകരിച്ചത്, പരിച്ഛേദിതരായത്? അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, എന്ന് പറഞ്ഞാൽ കർത്താവ് ഏറ്റ പരിച്ഛേദനയല്ല കേട്ടോ, കർത്താവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം കർത്താവ് തന്നെ നീക്കിക്കളഞ്ഞിരിക്കാൻ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എന്നിട്ട് പറയാം, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞു വന്നിട്ട് അതിന്റെ 16-ാം വാക്യം നോക്കിയാൽ വീണ്ടും ബാലപാഠത്തെ കുറിച്ച് പറയുന്നല്ല. ഞാനതെല്ലാം വിവരിക്കുന്നില്ല. നോക്ക് 16-ാം വാക്യം, കൊലോസ്യർ 2-ാം അധ്യായം 16-ാം വാക്യം നോക്കിയേ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്ര, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. കണ്ടോ, വീണ്ടും വരുന്നുണ്ട് ആദ്യ പാഠങ്ങൾ. ഇതെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പൊ ഗലാത്യ ലേഖനം പൂർത്തിയായില്ല. എനിക്ക് ഈ കൊലോസ്യ ലേഖനം ഇങ്ങനെ ഈ വാക്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഭക്ഷണപാനങ്ങൾ, ശബത്ത്, പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലും നിങ്ങളെ ആരും വിധിക്കരുത്, ഇവയൊക്കെ വരുവായിരുന്നവരുടെ നിഴലത്രേ എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ശരിക്കും ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ പോലും പല കാലങ്ങളും കണക്കുകളും പിന്നെ എല്ലാം നോക്കുന്നവരാ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരുതരം ആദ്യപാഠങ്ങളാണ്. നമ്മൾ ആരും ഇനി ആദ്യപാഠത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ പുതുതായിട്ട് കീഴ്പ്പെടരുത് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനത്തിൽ എന്താ വായിച്ചത്? അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്നു. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്നു. അവിടെ അത് വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മള് ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നോക്കിയേ, അത് വിശദീകരിക്കുന്ന ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പോവാണേ. ഇത് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇതേ അധ്യായം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം മുതൽ വീണ്ടും പൗലോസ് വിവരിക്കുക. അപ്പൊ ഞാനത് ഇപ്പോഴേ വായിച്ച് പറഞ്ഞു തന്നാല് ഞാൻ ഇനി ഇവിടെ വരുമ്പോൾ അത് പറയണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ആദ്യ പാഠങ്ങളെ കുറിച്ച് പിന്നെയും പൗലോസ് പറയുന്ന നോക്കിയേ, 8-ാം വാക്യം. എന്നാൽ അന്ന്, ഈ 4-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ എന്താ ആദ്യപാഠം മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? എന്താ ആദ്യപാഠം? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് പെരുന്നാളുകളുണ്ട്, ശബത്തുകളുണ്ട്, അവർക്ക് നോമ്പ് കാലങ്ങളുണ്ട്, മറ്റു വിശേഷ ദിവസങ്ങളുണ്ട്, ഒരുപാട് പരിപാടികൾ അവരുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും തിരിഞ്ഞു പോയാൽ നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്, PhD എടുത്തതിന് ശേഷം 1-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ് വരെയുള്ള പാഠങ്ങൾ പഠിക്കാൻ തിരിഞ്ഞു പോകുന്നത് പോലെ ആദ്യ പാഠങ്ങളുടെ കീഴിലേക്ക് പോവുകയാണെന്ന്. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലായിക്കൂടെ, നമ്മുടെ ജീവിതത്തില് ന്യായപ്രമാണത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യണ്ട. ഒന്നും വിശ്വസിക്കാമോ? ന്യായപ്രമാണത്തിൽ നിന്ന് പുതിയ നിയമ ക്രിസ്തീയ ഉപദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന തെറ്റായ എല്ലാ ഉപദേശത്തെയും അങ്ങനെ തന്നെ ഗണിച്ചു കാണും. പലതും ഉണ്ട്. നമ്മൾ വിചാരിക്കും ന്യായപ്രമാണത്തിൽ നിന്ന് കടന്നു വന്ന പരിച്ഛേദനയൊക്കെ അല്ലേ. ഞങ്ങളാരും പരിച്ഛേദന കേൾക്കുന്നില്ലല്ലോ. ഞങ്ങളാരും പരിച്ഛേദന ഏൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ യാഗം അർപ്പിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ലല്ലോ.
അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാം നമ്മൾ നോമ്പ് നോക്കുന്നത് പോലും, ദിവസങ്ങളെ വിശേഷ ദിവസങ്ങളായി എണ്ണുന്നത് പോലും ആരെങ്കിലും എണ്ണാറുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ദിവസം വിശേഷ ദിവസമായി എണ്ണാറുണ്ടോ? ഏതെങ്കിലും സമയങ്ങളെ പ്രത്യേകമായി നല്ല സമയമായി കാണാറുണ്ടോ? നല്ല സമയമായി കാണാറുണ്ടോ? എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ആചരിക്കാറുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ലോകം എന്താണ് ഈസ്റ്റർ ആഘോഷിച്ചു, പെസഹ ആഘോഷിച്ചു, ദുഃഖവെള്ളി ആഘോഷിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിക്കാൻ തോന്നുമായിരിക്കും കേട്ടോ. അങ്ങനെ പറയുമ്പം ബ്രദറെ, നമ്മളെയും നമ്മുടെയൊക്കെ പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജന്മദിനം ഒക്കെ ആഘോഷിക്കുന്നത് നല്ലതാണോ, ശരിയാണോ, ചെയ്യാമോ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിക്കും. ഞാൻ പറയുന്ന, എന്നോട് അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളിലെയൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന അവർ ജനിച്ച ദിവസം കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ. ഇന്ന സമയത്ത് ഇന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ ഇന്ന മാസം ഈ ദിവസമാണ് ജനിച്ചത് നമുക്കറിയാമല്ലോ. ആ ഒരു ദിവസത്തില് എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന് 1 വയസ്സായി. ഇന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങളുടെ കൂടെ കർത്താവിനെ സ്തുതിക്കാൻ കൂടണമേ, ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിൽ പങ്കെടുക്കാനും ഞങ്ങളോട് കൂടെ സന്തോഷിക്കാനും കൂടണമേ എന്ന് പറഞ്ഞ് അടുത്തുള്ളവരെ വിളിക്കാൻ, സ്നേഹിതന്മാരെ വിളിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ചടിക്കുകയും ചെയ്യും. എന്നിട്ട് സ്നാനം പോലെയുള്ളതായിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കൊടൂരമായിരിക്കുന്ന കൽപ്പനകൾക്ക് കീഴ്പ്പെടുകയും ചെയ്യും. ഞാൻ പറയുന്നത് അതൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അന്ന് ആ പേരിലെങ്കിലും കർത്താവിനെ ഒന്ന് സ്തുതിക്കാനോ, ഒന്നിച്ചൊരു പാട്ട് പാടാനോ, പിന്നെ അടുത്തുള്ളവർക്ക് 4 പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാനോ ഒക്കെ കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. അതൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങൾ എന്താ അറിയാവോ? ഇവിടെ ശ്രദ്ധിച്ചു വയ്ക്കേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നുണ്ട്. ഗലാത്യയിലെ സഭയെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ പറയാൻ കാരണം എന്താ അറിയാവോ? ഗലാത്യയിലെ വിശ്വാസികളെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ വീഡിയോയിലല്ല, രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ ഗലാത്യ സഭയിലുള്ളായിരിക്കുന്ന വിശ്വാസികളെ മുഴുവൻ നിങ്ങൾ ഈ പിന്നെ പൗലോസ് പറയുന്നതായിരിക്കുന്ന ഉപദേശം കേട്ടിരുന്നാലൊന്നും ചൊവ്വാല്ല. നിങ്ങള് പിന്നെ എന്താണ് മോശയുടെ ന്യായപ്രമാണം ആചരിക്കണം എന്ന് പറഞ്ഞ് ഇവരിൽ ഒരുപാട് പേര് വീണുപോയെന്നേ. ഇവര് ഞങ്ങൾക്ക് പരിച്ഛേദന ഏൽക്കണമെന്നായി, ഞങ്ങൾക്ക് ന്യായപ്രമാണം ഏൽക്കണമെന്നായി, പെരുന്നാളുകളും വാവുകളും ശബത്തുകളും ആചരിക്കണമെന്നായി, അങ്ങനെയൊക്കെ അതിലേക്ക് തിരിഞ്ഞു പോയപ്പോഴാണ് പൗലോസ് ഇത്ര ശക്തമായിട്ട് അവരോട് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ആചാരപരമായിരിക്കുന്ന, അതായത് തത്വജ്ഞാനപ്രകാരമായിട്ടോ, നമുക്ക് എന്തായാലും ന്യായപ്രമാണമൊന്നും നമ്മൾ ആചരിക്കുന്നില്ല എന്ന് വെച്ചോ, ശബത്തൊന്നും നമ്മൾ ആചരിക്കുന്നില്ല എന്ന് വെച്ചോ, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് ചില വിശേഷ ദിവസങ്ങൾ കൊണ്ടാടുന്നത് ഒന്നും നമുക്ക് യോഗ്യമല്ല കേട്ടോ, ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ പിന്നെ ജന്മദിനം അല്ലെങ്കിൽ നമ്മുടെ വിവാഹ വാർഷികം, അതിനൊരു കേക്ക് മുറിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, ആ പേരിൽ കർത്താവിനെ സ്തുതിക്കാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതല്ലാതെ ഈ പാരമ്പര്യപരമായിരിക്കുന്ന ചില വിശേഷ ദിവസങ്ങളെ ആചരിക്കുന്നത് മഹാ തെറ്റാ, വെറും മണ്ടത്തരമാണ്. അങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോരുത്. അതെല്ലാം ന്യായപ്രമാണത്തിന്റെ ഒരു വകഭേദമാണ്, ആദ്യ പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ശരി, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. അവിടെ നമ്മൾ വായിച്ചെങ്ങനെയല്ലേ? അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കീഴ് അടിമപ്പെട്ടിരുന്നു. 4-ാം വാക്യം എന്താ പറയണേ? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കാലസമ്പൂർണത വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് പരിപൂർണ മനുഷ്യനായിട്ട് വന്നു. എന്താ ഈ കാലസമ്പൂർണത എന്ന് പറഞ്ഞ? കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ നിങ്ങളോട് കൂടി ചോദിക്കട്ടെ, ഞാനൊരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കാലസമ്പൂർണതയിൽ
ക്രിസ്തു മനുഷ്യ ശരീരമെടുത്തു, സ്ത്രീയിൽ നിന്ന് ജനിച്ചു, ഈ ഭൂമിയിൽ പിറന്നു. കാലസമ്പൂർണത എന്ന് ബൈബിൾ പ്രകാരമുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. എന്നിട്ട് ബൈബിൾ പ്രകാരം അല്ലാത്ത ഒരു വ്യാഖ്യാനവും, രണ്ട് വ്യാഖ്യാനം ഞാൻ പറയാം കാലസമ്പൂർണതയെക്കുറിച്ച്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ? ബൈബിൾ പ്രകാരമുള്ള കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അപ്പോൾ അവിടെ ഇവിടെ പറയുന്ന കാലസമ്പൂർണത എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. അവിടെ വായിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. നോക്കിയേ, എന്നിട്ട് കർത്താവ് എടുത്തു പറഞ്ഞ വാക്യം നോക്കിയേ, ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ഇവിടെ എന്താ പറഞ്ഞത്? 16-ാം വാക്യം, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം എവിടം വരെയായിരുന്നു എന്ന് പറഞ്ഞ്? യോഹന്നാൻ സ്നാപകൻ വരെ. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. അന്ന് മുതൽ എന്ത് ചെയ്യാണ്? ദൈവരാജ്യത്തെ പ്രസംഗിച്ചു വരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ന്യായപ്രമാണത്തിന്റെ യുഗം അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് പഠിക്കാതെ പോകരുത്. 4-ാം വാക്യം, അതായത് 4-ാം അധ്യായം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. എന്താണ് ഈ കാലസമ്പൂർണത? ദൈവത്തിന്റെ ആ നിശ്ചയ പരിപാടിയിൽ യുഗസമാപ്തി നടക്കണം. ആ യുഗസമാപ്തിയാണ് ഇവിടെ കാലസമ്പൂർണത എന്ന് പറഞ്ഞത്. ഏത് യുഗത്തിന്റെ സമാപ്തിയാ സംഭവിക്കുന്നത്? ന്യായപ്രമാണ യുഗത്തിന് പൂർണ്ണത സംഭവിക്കണം. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ്, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും എവിടം വരെ പ്രവചിച്ചു? യോഹന്നാൻ സ്നാപകൻ വരെ പ്രവചിച്ചു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പുതിയ നിയമത്തിലെ ചരിത്ര പുരുഷനാണെങ്കിലും യോഹന്നാൻ സ്നാപകൻ ഏത് ഗണത്തിൽപ്പെട്ടതാണെന്നറിയാമോ? പഴയ നിയമത്തിൽപ്പെട്ട ആളാ. യോഹന്നാൻ സ്നാപകൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. കർത്താവിനെ കുറിച്ച് പറയുവാണ്. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാല് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മണവാട്ടി, അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ മണവാട്ടിയെ തേടിയാണ്. തന്റെ മണവാട്ടിക്ക് വേണ്ടി വന്നത്. ആരാ മണവാട്ടി? യഹൂദന്മാരുടെ സഭയെ മണവാട്ടി സഭ. ആ സഭയ്ക്ക് വേണ്ടിയാ കർത്താവ് വന്നതെന്ന്. ആ മണവാട്ടി ഉള്ളവനാ മണവാളൻ. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു പറഞ്ഞാല് ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ, അതായത് യോഹന്നാൻ സ്നാപകൻ പറയാണ്, ഞാൻ മണവാളന്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതും നിങ്ങൾ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, ലൂക്കോസ് 16-16 കൊണ്ട് കൂട്ടി വായിച്ചേ. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകൻ എന്താണ്? ഒരു യുഗ സമാപ്തിയുടെ അവസാനത്തെ കണ്ണിയാണ്. തിരുവഴുത്തിന്ന് ഞാൻ പറയുന്നത്, ഒരു യുഗത്തിന്റെ പരിപൂർണതയുടെ അവസാനത്തെ കണ്ണി ആരാന്ന് ചോദിച്ചാൽ യോഹന്നാൻ സ്നാപകനാണ്. അത് കഴിഞ്ഞ് ഇവിടെ യേശു ക്രിസ്തുവിലൂടെ പുതിയൊരു യുഗം ആരംഭിക്കുന്നു. പുതിയൊരു യുഗം. ആ യുഗം ഒരുപക്ഷെ നിങ്ങൾ പറയും കൃപായുഗമാണെന്ന് പറയും. പക്ഷെ കൃപ തന്നെയാ, എല്ലാ കാലത്തും കൃപയുണ്ട്. എന്നാല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആരംഭിച്ചത് പുതിയ ഒരു യുഗമാണ്. സ്വർഗരാജ്യത്തിന്റെ യുഗം. സ്വർഗരാജ്യത്തിന്റെ യുഗം. എന്താ സ്വർഗരാജ്യം? അബ്രഹാം മുതലേ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന വാഗ്ദത്ത ഭൂമി, അതിലേക്കുള്ള പ്രവേശനത്തിന്റെ യുഗം, അതിന്റെ സുവിശേഷീകരണത്തിന്റെ യുഗം, അത് ആരംഭിക്കുന്നതിന്റെ ആരംഭം,
അതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആരംഭിച്ച ആ പുതിയ യുഗം. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പഴയ യുഗത്തിന്റെ സമാപ്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് കാലസമ്പൂർണതയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? യുഗസമാപ്തിയെ കുറിച്ചാണ്. ന്യായപ്രമാണം എന്ന യുഗസമാപ്തിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പിന്നെ ന്യായപ്രമാണം ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? അയ്യോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്തായിരുന്നു അറിയാവോ? ന്യായപ്രമാണത്തിന്റെ അന്തസത്ത, അതിന്റെ ആഴങ്ങൾ. ന്യായപ്രമാണത്തിന്റെ ആഴങ്ങൾ എന്താണെന്നറിയാമോ? ഇരമ്യാ പ്രവചനം 31 അധ്യായത്തിന് 31 വാക്യം അറിയാമോ? സകല പ്രവാചകന്മാരും ഇരമ്യാ പ്രവചനം 31 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത നിയമം പോലെയല്ല. പിന്നെ എന്താ ഈ പുതിയ നിയമം? ഞാൻ എൻ്റെ ന്യായപ്രമാണം, നിങ്ങൾ യിരെമ്യാ പ്രവചനം വായിച്ചാൽ മതി, ഞാനിപ്പോൾ വായിക്കുന്നില്ല. 31 അധ്യായം 31 വാക്യം വായിച്ചാൽ മതി. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ എഴുതി അവരുടെ ഹൃദയങ്ങളിലോട് സംസാരിക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എന്താണ് പഴയ ന്യായപ്രമാണം എവിടെ എഴുതി കൊടുത്ത്? അക്ഷരമായി കല്ലിൽ എഴുതി കൊടുത്തു, അക്ഷരമായി തുകൽ ചുരുളിൽ എഴുതി കൊടുത്തു. എന്നാൽ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ആ കാലത്ത് ഞാൻ എൻ്റെ ന്യായപ്രമാണം മാറ്റി അതെല്ലാം തച്ചുടച്ച് കളഞ്ഞ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. അല്ല, കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതി കൊടുക്കും. അതാണ് യഥാർത്ഥത്തിൽ കർത്താവായി യേശു ക്രിസ്തു വന്നപ്പോൾ മുതൽ പഠിപ്പിച്ച കാര്യങ്ങൾ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കർത്താവ് പഠിപ്പിച്ചെന്താ? കർത്താവ് എങ്ങനെയാ പഠിപ്പിച്ചത്? ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല, നിവർത്തിപ്പാൻ അത്ര വന്നത്, അല്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. പിന്നെയും കർത്താവ് പറഞ്ഞ എന്തറിയാവോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം പറയുന്നത്, അവിടെ പറയുന്നത് എന്തറിയാവോ? ഈ ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനൊക്കെയും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഈ ചെറിയ കൽപ്പനകളെ പാലിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അത് ആചരിക്കുകയും ചെയ്യുന്നവനൊക്കെയും സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനായിരിക്കും. ഏത് ചെറിയ കൽപ്പന? ന്യായപ്രമാണത്തിന്റെ. അപ്പൊ ന്യായപ്രമാണം എന്നുള്ളതായിരിക്കുന്ന ആ കൽപ്പന, ആ എഴുതി കൊടുത്ത കൽപ്പനകൾ മാറ്റി പുതിയ നിയമത്തിൽ, യേശു ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്താ സ്ഥാപിക്കുന്നതെന്നറിയാമോ? ദൈവം ന്യായപ്രമാണത്തിൽ കൂടെ യഹൂദന്റെ നീതിപരമായ ജീവിതത്തെ കുറിച്ച് എങ്ങനെ പ്രതീക്ഷിച്ചുവോ, അവന്റെ നീതിയുക്തമായിരിക്കുന്ന ജീവിതത്തിന് എങ്ങനെ ദൈവം താല്പര്യം കാണിച്ചുവോ, ആ കാര്യങ്ങളുടെ നിജസ്ഥിതി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പുതിയ നിയമ പ്രമാണമായി പഠിപ്പിക്കപ്പെടും. അതാണ് ഒരു യുഗത്തിന്റെ സമാപ്തി, അടുത്ത യുഗത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ആ ഒരു യുഗത്തിന്റെ സമാപ്തി യോഹന്നാൻ സ്നാപകനിലൂടെ സംഭവിച്ചു. അടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചു. അപ്പം ഇന്ന് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന യേശു ക്രിസ്തുവിലൂടെ ഈ പുതിയ കൃപായുഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം വേണ്ട നീക്കി കളഞ്ഞു. ആര് പറഞ്ഞു? ന്യായപ്രമാണം വേണം. ന്യായപ്രമാണത്തിന്റെ കാതലായിരിക്കുന്ന അന്തസത്ത, അതിന്റെ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അവിടെ എല്ലാം വന്നപ്പോൾ ധാരാളം ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അവിടെ അധികം നീക്കുന്നില്ല. നോക്കാം, നമുക്ക് താഴേക്ക് നോക്കാം. അപ്പൊ അവിടെ പറയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ സമ്പൂർണത എന്നുള്ളതിന് 2 വാദഗതികളുണ്ട്. വേറൊരു വാദഗതി വളരെ രസകരമാട്ടോ. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം. എന്താ ഈ കാലസമ്പൂർണത എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ യാഗമായി തീർന്നത് എപ്പോഴാണെന്നറിയാമോ? അവര് പറയുന്നതാട്ടോ ഞാൻ പറയുന്നത്, ബൈബിളിലെ കാര്യമൊന്നും അല്ല കേട്ടോ, എൻ്റെ ഉപദേശം അല്ല കേട്ടോ. ചിലര് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം ഞാൻ പറയുന്നത്. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ യാഗമായി തീർന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവർ ചോദിക്കുകയാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ സർവഭൂമിയിലെയും ജനങ്ങളെയും ജീവജന്തുക്കളെയും നശിപ്പിച്ചതുപോലെ ഭൂമി മുഴുവൻ വഷളായി ദൈവത്തിന് മുമ്പിൽ ശിക്ഷായോഗ്യമായി തീർന്ന ഭൂമിയുടെ മേൽ 2ാമത്തെ നാശം, ദൈവകോപം ഇറങ്ങി വരുവാൻ സമയമായപ്പോൾ ആ കൃത്യം സമയത്താണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ആ പുത്രന്റെ മേൽ
ലോകത്തിന്റെ ന്യായവിധി മുഴുവൻ ചുമത്തിയതെന്നാണ്. ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. തക്ക സമയത്ത് ക്രിസ്തു നഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറയാം. തക്ക സമയത്ത്, ഈ തക്ക സമയമെന്നും കാലസമ്പൂർണത എന്നൊക്കെ പറയുന്നത്, അന്ന് കർത്താവായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ നീതിയാഗത്തിൽ ബലിയാടായി തീർന്നില്ലായിരുന്നുവെങ്കിൽ, യാഗപീഠത്തിൽ ബലിയാടായി കയറിയില്ലായിരുന്നുവെങ്കിൽ, ദൈവം രണ്ടാം വട്ടം ലോകത്തെ പണ്ടത്തെ ജലപ്രളയം പോലെ, ജലപ്രളയം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ലോകത്തെ നശിപ്പിച്ച് കളഞ്ഞേനെന്ന്. അത് സത്യമാണെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ പറയുന്നത്, ഞാനോട്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒരു വ്യാഖ്യാനം അങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊരു ആനന്ദമാണ്. ഈ ലോകത്തെ നശിപ്പിക്കാൻ ദൈവകോപം പണ്ടേ ഈ ഭൂമിയെ നാശം വിതയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ ഭൂമിയിലെ സകല മനുഷ്യരാശിയുടെയും പാപത്തെ കെട്ടിവെച്ച് ആ പുത്രനെ എല്ലാവർക്കും വേണ്ടി കൊന്നു കളഞ്ഞതിലൂടെ ദൈവം ലോകത്തോട് കരുണ കാണിച്ചു, ദൈവം ലോകത്തോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് കാണിച്ചായിരിക്കുന്ന കരുണ എത്ര വലുതാണെന്ന് നമുക്ക് എണ്ണിക്കൂടെ? അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അതങ്ങനെ തന്നെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടവനാണ്. കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ടും മനുഷ്യപുത്രനാണ്. പൂർണ്ണമായിട്ടും ഒരു സാധാരണ യഹൂദൻ, മറിയയ്ക്ക് ജനിച്ച ഒരു സാധാ യഹൂദൻ, ഒന്ന് ചിത്രീകരിച്ചു നോക്കിയേ. ഒരു സാധാ യഹൂദൻ, അതായത് പൂർണ്ണ മനുഷ്യനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്ത്രീയിൽ നിന്ന് ജനിച്ചു. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ന്യായപ്രമാണത്തിന് കീഴാണ് ജനിച്ചത്, അല്ലേ? ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. എന്നിട്ടോ കർത്താവിന്റെ വളർച്ചയോ ന്യായപ്രമാണത്തിന് കീഴാണ് വളർന്നത്. ഒരു യഹൂദൻ ന്യായപ്രമാണത്തിന്റെ എന്തെല്ലാം ചട്ടങ്ങൾ ആചരിക്കണമോ അതെല്ലാം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തില് ചെയ്താണ് ആ മരണം വരെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിശ്വസിക്കാമോ? എല്ലാ സമയത്തും കർത്താവായ യേശു ക്രിസ്തു ഒരു യഹൂദൻ എന്ന നിലയില് എല്ലാ ദേവാലയ കർമ്മങ്ങളും ചെയ്യും. കർത്താവിന് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് പാവമില്ലല്ലോ. പാവമില്ലാത്ത കർത്താവ് എന്തിനാ യഹൂദ നിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം ഈ യഹൂദ പള്ളിയിൽ പോയി, യെരുശലേം പള്ളിയിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം നമ്മുടെ കർത്താവിനുണ്ടോ? ഉണ്ട്. അതാ പറയേണ്ടത്. ഉണ്ട്. സ്നാനത്തിലും കണ്ടില്ലേ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അയ്യോ നീ എന്നാൽ സ്നാനം ഏൽക്കുവാൻ വരുന്നോ, അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ സമ്മതിക്കായി ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കർത്താവിനൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? കർത്താവിനൊരു സ്നാനത്തിന്റെ ആവശ്യമില്ല കേട്ടോ. കർത്താവ് ഏത് സ്നാനമായിട്ട് ഞങ്ങൾ പലരോടും ചോദിക്കും. സ്നാനം, ഇന്ന് വെള്ളത്തിലുള്ള സ്നാനം നമുക്ക് ആവശ്യമില്ലെന്ന് പറയുമ്പം യേശു ക്രിസ്തു സ്നാനം വരില്ലെന്നാണ് പലരും ചോദിക്കുന്നത്. ഞാൻ അവരോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കും, യേശു ക്രിസ്തു ഏത് സ്നാനമാണ് സഹോദരനായിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ അന്നേരം അവരുടെ വായ അടഞ്ഞു പോകും. കാരണം എന്താണ്, പാപപരിഹാരത്തിനുള്ളായിരിക്കുന്ന, പാപമോചനത്തിനായിട്ടുള്ളായിരിക്കുന്ന സ്നാനം കർത്താവെ ഏൽക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിന് പാപമില്ല. മാനസാന്തര സ്നാനം കർത്താവ് ഏൽക്കേണ്ട ആവശ്യമില്ല. കാരണം മാനസാന്തരപ്പെടാൻ കർത്താവിന് കുറ്റബോധമൊന്നുമില്ല. കർത്താവിന് കുറ്റബോധവും ഇല്ല, പാപവും ഇല്ലെങ്കിൽ പിന്നെ ഏത് സ്നാനാ കർത്താവേറ്റെ? അത് യോഹന്നാൻ സ്നാപകന് അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ജനത്തിന് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അടയാള സ്നാനമായിരുന്നു. ആ സ്നാനം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയും യോഹന്നാൻ സ്നാപകൻ അത് കണ്ട് സാക്ഷ്യം പറയുകയും ചെയ്തത്. അത് യോഹന്നാൻ സ്നാപകനോട് നേരത്തെ പറഞ്ഞായിരുന്നു, നിന്റെ കൈ കീഴ് സ്നാനം ഏൽക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് നീ കാണുമ്പോൾ അവൻ തന്നെ ഞാൻ അയച്ചവൻ എന്ന് വിശ്വസിപ്പിനെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ അത് കാണുകയും സാക്ഷ്യം പറയുകയും ചെയ്തു. അടയാള സ്നാനമായിരുന്നു. ദൈവപുത്രനാന്നുള്ളായിരിക്കുന്ന തെളിവ് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു.
പിന്നെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു, എല്ലാ ദേവാലയ കർമ്മങ്ങളും ഒന്നും പോലും മുടക്കി കാണില്ല. മുടക്കാൻ സാധ്യതയില്ല. കർത്താവ് അതെല്ലാം ചെയ്യണം, ചെയ്ത് തന്നെ വളരണം. പക്ക യഹൂദനായി സാധാ മനുഷ്യനായി നമ്മുടെ കർത്താവ് വളരണം. അത് ആവശ്യമല്ലേ? ആവശ്യമാണ്. നിങ്ങൾക്കറിയാമോ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച കാലത്ത് കർത്താവ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു എന്താ പറയുന്ന ഒരു കൊട്ടോടി എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? ചുറ്റിക കൊട്ടോടി എന്നൊക്കെ. കൊട്ടോടി, കുറച്ച് ഉള്ളി, മുഴക്കോല് ഒക്കെ പിടിച്ച് വീടാന്തരം നടന്ന് ആശാരിപ്പണി എടുക്കുമായിരുന്നു. തച്ചൻ എന്ന് പറഞ്ഞവന് ഇവൻ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? യഹൂദന്മാര്, നസ്രത്തിലുള്ള ജനങ്ങള് കർത്താവിന് പറഞ്ഞിരുന്നത് ആശാരി എന്ന്, തച്ചൻ. കർത്താവ് അങ്ങനെ ജീവിച്ച സാധാ മനുഷ്യനായി. അപ്പൊ ഒരു സാധാ മനുഷ്യനായിരിക്കുന്ന കർത്താവ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണമായിരുന്നു? യഹൂദ ദേവാലയത്തിലെ സകല ന്യായപ്രമാണ ചട്ടങ്ങളും അനുസരിക്കണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ കർത്താവ് അങ്ങനെ അനുസരിക്കുന്നത്? അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഒരു വാക്യം എടുത്ത് വായിച്ചു നോക്കിയേ. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് കർത്താവ് ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് വളർന്നു വരേണ്ടത് ആവശ്യം എന്താണ് എന്ന് മനസ്സിലാകും. റോമാലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നമ്മളിങ്ങനെ വായിക്കുന്നത്, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അവിടെ പരിച്ഛേദന മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകനായി തീർന്നു എന്നർത്ഥം. എന്തിന്? പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. പിതാക്കന്മാർക്ക് ലഭിച്ച, അബ്രഹാമിനും പൂർവ്വപിതാക്കന്മാർക്ക്, യഹൂദന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കണമെങ്കിൽ ആ യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനായി ജനിച്ച് യഹൂദന്മാരുടെ സകല നിയമങ്ങളും പാലിച്ച ഒരു പരിപൂർണ യഹൂദ മനുഷ്യനായിരിക്കണം കർത്താവ്. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിലൂടെ ലോകത്തിന് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചത്, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചത്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഞാനിനി അവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഗലാത്യ ലേഖനത്തിലേക്ക് തന്നെ വരാം. ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും വരാം. അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. എന്തിനാണ് പുത്രനെ ആ വിധത്തില് കന്യകയിൽ നിന്ന് ജനിക്കാൻ അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ, ന്യായപ്രമാണത്തിന് കീഴിൽ ഏൽപ്പിച്ച് ജനിക്കാനൊക്കെ വിട്ടത് എന്തിനാന്ന് ചോദിച്ചാല്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിൽ എന്തില്ലാന്നറിയാവോ? പുത്രത്വമില്ല. പുത്രൻ എന്നുള്ളതായിരിക്കുന്ന പദവിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നറിയാവോ? ദാസന്മാര്, ദാസികള്. ന്യായപ്രമാണം അനുസരിക്കുന്ന ഓരോരുത്തനും ദൈവമകൻ, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനം ഇല്ലവേയില്ല. അതൊന്നുകൂടി വായിച്ചേ. അങ്ങനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാവുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാവുന്നു. സ്വർഗീയ പിതാവിനെ അപ്പാന്ന് വിളിക്കാൻ പറ്റുന്ന അബ്ബ എന്നുള്ളത് ആരാമ്യ വാക്കാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അബ്ബ എന്നുള്ള വാക്ക് ആരാമ്യ വാക്കാണ്. സ്വർഗീയ പിതാവിനെ അപ്പാന്ന് വിളിക്കാൻ തക്കവണ്ണം പുത്രത്വം നൽകി. പക്ഷെ ന്യായപ്രമാണത്തിൽ കീഴിയിരിക്കുന്ന ഒരു യഹൂദനും മോശ മുതൽ ഇന്ന് വരെയുള്ള ഇസ്രായേൽ ജനത്തിലെ ഒരൊറ്റ ന്യായപ്രമാണത്തിന് കീഴിയിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യന് പോലും പുത്രത്വമില്ല. പുത്രത്വം എന്ന പദവി കിട്ടില്ല. ദൈവമക്കൾ എന്നുള്ളതായിരിക്കുന്ന യോഗ്യത ന്യായപ്രമാണത്തിന് കീഴിലില്ല. ന്യായപ്രമാണത്തിന് കീഴിയിരിക്കുന്നവർക്കൊക്കെ എന്ത് യോഗ്യതയുള്ളൂ എന്നറിയാവോ? ദാസൻ, ദാസി, ഈ യോഗ്യതയുള്ളൂ. ഈ കർത്താവായി യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചത് എന്തിനാണെന്ന് അവിടെ പറഞ്ഞേ? ആ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിരിക്കുന്നവരെ നാം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അടക്കം പോലീസ് അവിടെ പറയുന്നത് നാം. ആ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ തന്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്, പുതിയൊരു അവകാശത്തിലേക്ക്, പുതിയൊരു യോഗ്യതയിലേക്ക്
നമ്മളെ കൊണ്ടുവരേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ഒരു യഹൂദനായി ജനിച്ച് ജീവിച്ച് മരണത്തെ സ്വീകരിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിന് കീഴിൽ ആർക്കും പുത്രത്വമില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ന്യായപ്രമാണത്തിന് കീഴൊക്കെ ദാസൻ എന്ന പദവിയുണ്ട്. ഇത് ഞാനൊന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ ഇന്നത്തെ വിഷയം നിർത്താൻ പോവുകയാണ്. ആ കാര്യം, അതായത് ന്യായപ്രമാണത്തിന് കീഴിൽ പുത്രത്വമില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാനിത് എവിടെ നിന്ന് ഇത് വായിച്ചു കേൾപ്പിക്കുന്ന അറിയാവോ? ഇതേ 4-ാം അധ്യായത്തിന്റെ 21 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞപ്പം ഞാൻ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ ഞാൻ നിങ്ങളോട് വിവരിച്ചായിരുന്നു. ആ ദരിദ്രവും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എങ്ങനെ, ആദ്യ പാഠങ്ങൾ എന്താന്നുള്ളതിനെ 8 മുതൽ 11 വരെ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആ വേദഭാഗം വായിക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞത്, പുത്രത്വം അല്ല, ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നത് ദാസ്യത്വമാണ്. ഒരിക്കലും ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നവർക്ക് പുത്രത്വമില്ല. ഇതിനെ പൗലോസ് വ്യക്തമാക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതേ 4-ാം അധ്യായം. അപ്പൊ ഇതങ്ങ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നടുക്കുള്ള കുറച്ച് വാക്യങ്ങൾ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് എൻ്റെ ഫോൺ എന്തോ പറ്റി. ഓക്കെ, അപ്പൊ ഈ കാര്യം പറയുന്നത് എവിടെയാണെന്നറിയാമോ? ശ്രദ്ധിക്കുക. ആ കാര്യം പറയുന്നത് 21 മുതലാണ്. ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നവരൊക്കെ ദാസീദാസന്മാരാണ്, ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരൊക്കെ പുത്രന്മാരാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി പൗലോസ് എത്ര വിദഗ്ധമായിട്ട് ഒരു സംഭവം പറയുന്നത് നോക്കിയേ. 21 മുതലുള്ള വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നിട്ടൊരു സാദൃശ്യം പറയാം. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാകിനുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഇവിടെ ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദന്മാരുടെ സ്ഥിതിയും യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നെത്തിയിരിക്കുന്ന നമ്മുടെ സ്ഥിതിയും തമ്മിൽ ഒരു താരതമ്യ പഠനം ചെയ്യുക പൗലോസ്. എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവിടെ ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അബ്രഹാമിന് 2 മക്കളുണ്ടായി. ഒരു മകൻ എങ്ങനെ ജനിച്ചതാ? ജഡപ്രകാരം ജനിച്ചത്, അല്ലെ? ജഡപ്രകാരം ജനിച്ചത്. ആരാ ജഡപ്രകാരം ജനിച്ചത്? ഹാഗാർ പ്രസവിച്ചതായിരിക്കുന്ന ഇസ്മായേൽ ജഡപ്രകാരം ജനിച്ച മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഇസ്മായേൽ ജനിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു നിയോഗവും ഇല്ല, വാക്തത്വവും ഇല്ല. ദൈവത്തിന്റെ ഒരു നിശ്ചയമില്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ അബ്രഹാമിന് ഇസ്മായേലിന് ജനിക്കാൻ തക്കവണ്ണം ഒരു വ്യവസ്ഥയും കൊടുത്തിട്ടില്ല. ജഡപ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. സാറ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗറിന്റെ അടുക്കൽ ചെല്ലുക,
അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അങ്ങനെ ഞാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മ ആകട്ടെ, എൻ്റെ ദുഃഖം തീർന്നു പോട്ടെ എന്ന് സാറ പറഞ്ഞപ്പം നിർബന്ധം കൊണ്ട് അബ്രഹാം ചെയ്തതാണ്. ഹാഗാറിൻ്റെ അടുക്കൽ പോയി. അങ്ങനെ ഹാഗാർ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ഹാഗാറിലൂടെ അബ്രഹാമിനൊരു കുഞ്ഞുണ്ടായി. അവനാണ് ഇസ്മായേൽ. അത് ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെന്ന് ഞാൻ പറഞ്ഞേ, അത് ജഡപ്രകാരം ജനിച്ചതാണ്. എന്നാല് അതിനുശേഷം എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞെങ്ങനെ ജനിച്ചത്? വാക്തത്വ പ്രകാരം ജനിച്ചു. രണ്ട് മക്കളെ ജനിച്ചത്, ഒന്ന് ജഡപ്രകാരവും ഒന്ന് വാക്തത്വ പ്രകാരവും. അത് വാക്തത്വ പ്രകാരം ജനിച്ചെന്ന് ഒരു സംശയമില്ലല്ലോ. അടുത്ത ആണ്ട് ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോ സാറ വാതലിന് മറഞ്ഞു നിന്ന് ചിരിച്ചു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. കാരണം എത്ര 90 വയസ്സായി സാറയ്ക്ക്. 90 വയസ്സായ സാറാമ്മച്ചി പ്രസവിക്കും എന്ന് പറഞ്ഞാൽ സാറ ചിരിക്കാതിരിക്കൂ? എന്നാൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാ? ഈ ലോകം സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം. അപ്പോൾ ആ അബ്രഹാമിന്റെ ആ പുത്രനുണ്ടായത് വാക്തത്വ പ്രകാരമാണ്. എന്നിട്ട് പൗലോസ് ഇവിടെ പറയാണ്, ഈ രണ്ടമ്മമാരും രണ്ടുപേരും ജനിച്ചത് അബ്രഹാമിനാണ്, രണ്ടുപേരും അബ്രഹാമിന്റെ മക്കളാണ്. പക്ഷെ ഒന്ന് ജഡപ്രകാരവും ഒന്ന് വാക്തത്വ പ്രകാരവുമാണ്. എന്നിട്ട് പൗലോസ് ഇവിടെ പറയാണ്, ഈ രണ്ടമ്മമാര് രണ്ട് നിയമമാണെന്ന് പറഞ്ഞു. എന്താ രണ്ട് നിയമം എന്ന് പറഞ്ഞ്? ഈ രണ്ടമ്മമാര്, ഒന്ന്, ഒരു നിയമം സീനായി മലയിൽ നിന്ന് അടിമകളെ പ്രസവിക്കുന്ന നിയമത്തിന്റെ അമ്മ. സീനായി മലയിൽ നിന്നുണ്ടായത് എന്താ? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന്റെ ഉത്ഭവത്തെ ഹാഗറിനോട് അങ്ങ് ബന്ധപ്പെടുത്തി പൗലോസ്. എത്ര വിദഗ്ധമായിട്ടാണ് പൗലോസ് ഈ ന്യായവാദം കഴിക്കുന്നതെന്നറിയാവോ? ഒയ്യോ, ബാക്കി അപ്പോസ്തലന്മാർക്കൊന്നും ഇങ്ങനെ കാര്യം പഠിപ്പിച്ചു തരാൻ കഴിയില്ല കേട്ടോ. ഭയങ്കര ജ്ഞാനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഹാഗാർ എന്ന അമ്മയുടെ സ്ഥാനത്തേക്ക് ആരെയാക്കി? സീനായി മലയിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കുന്ന ന്യായപ്രമാണത്തെയാക്കി. ആ ന്യായപ്രമാണത്തിൽ നിന്ന് ജനിക്കുന്നതായിരിക്കുന്ന സന്തതികളെല്ലാം, അതായത് ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്ന യഹൂദന്മാരെല്ലാം അടിമത്വത്തിൽ ഇരിക്കുന്നു. അവർക്ക് ഒരു വാക്തത്വവും ഇല്ല. പൗലോസ് പറയാണ്, അതാണ് ഹാഗാർ ഈ സീനായി മലയിൽ നിന്നുണ്ടായ ന്യായപ്രമാണത്തെ പ്രദാനം ചെയ്യുന്നു. ഇനി അബ്രഹാമിന് തന്നെ ജനിച്ച വാക്തത്വ സന്തതിയോ 90 വയസ്സായപ്പോൾ നമ്മുടെ സാറാമ്മച്ചിയാണ് പ്രസവിച്ചത്. അത് പ്രസവിക്കുമെന്ന് പറഞ്ഞതാരാ? ദൈവം. വാക്തത്വത്താൽ ജനിച്ചു. അവളാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞത്. ആരാ? സാറായാണ് നമ്മുടെ അമ്മ. അയ്യോ, ഇതൊക്കെ എടുത്തിട്ട് സാറാ നമ്മുടെ അമ്മയെന്നൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. ഇത് സാദൃശ്യം പറയുകയാണ്. ഞാൻ ഓർക്കുന്നു, അതായത് ദൈവവചനമൊക്കെ ഒരുവിധം അറിയുന്ന ഒരാള്, ഞാനൊന്നും പേരൊന്നും പറയുന്നില്ല, ആ ആള് ഈ വേദഭാഗം വായിച്ചിട്ട് വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയാം? മേലെയുള്ള യെരൂശലേമാകുന്നു നമ്മുടെ അമ്മ, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞില്ലേ? നമ്മളോട് വായിച്ചില്ലേ? നോക്കിയേ, സീനാമ 25-ാം വാക്യം, അതിപ്പോഴത്തെ യെരൂശലേമിനോട് വെക്കുന്നു, അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാവുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. 26-ാം വാക്യം. അത് വായിച്ചിട്ട് ഒരുവിധം ദൈവവചനം വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും അറിയുന്ന ഒരു വ്യക്തി, അതാണോ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തി അതിനെ വ്യാഖ്യാനിച്ചതെന്നറിയാമോ? മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞ പുത്തൻ യെരൂശലേമാണ് എന്ന് പറഞ്ഞ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യെരൂശലേമില്ലേ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തില് ആ യെരൂശലേമാണ് മീതെയുള്ള യെരൂശലേം. ആ യെരൂശലേം പ്രസവിച്ച മക്കളാണ് നമ്മള്. എനിക്കത് ഭയങ്കര തമാശ തോന്നി. എന്റെ ദൈവമേ, ദൈവവചനം പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ആ പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ ആ ജീവനില്ലാത്ത കെട്ടിടമുണ്ടല്ലോ, ആ പട്ടണമാണ് നമ്മുടെ അമ്മാന്ന്. ഇവിടെ പറഞ്ഞില്ലേ, മീതെയുള്ള യെരൂശലേമാവുന്നു സ്വതന്ത്രയാവുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ വിചാരം മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു കെട്ടിടം